LPSC Achievers Meet 2020 നിൽക്കുമ്പോൾ ടോപ്പേഴ്സ് എല്ലാവരും പെൺകുട്ടികളായിരുന്നു എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നത്. അതായത് നമ്മുടെ വുമൻസ് എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആണ്. ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് നിൽക്കുമ്പോഴാണ് ഇവിടെ എനിക്ക് ഹുസൈനെ കിട്ടുന്നത്. ഹുസൈൻ എന്ന് പറയുന്നത് ചില്ലറക്കാരല്ല കേട്ടോ, 7 സഹോദരിമാരുടെ ഒരേ ഒരു അനിയനാണ്. വളരെ ലാളിച്ചൊക്കെ വളർത്തിയിട്ടുണ്ടാവും. അപ്പം എന്തായാലും അതിൻ്റെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ പഠനമൊക്കെ ഇങ്ങനെ വല്ല ഉഴപ്പി അല്ലെ, ടീച്ചറായിട്ട് തന്നെയായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഗവൺമെന്റ് ജോലിക്കൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എയ്സിനെ കുറിച്ച് അറിയുന്നത്. അപ്പം ആ പഠനം, ആ ജോലി അവിടെ വെച്ച് നിർത്തിയിട്ട് നേരെ എയ്സിലോട്ട് പോകുന്നു. അതെന്തായാലും ലക്കായല്ലേ. ഇപ്പൊ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. എന്താണ് ഈ ഒരു മൊമെന്റിൽ എയ്സിനോട് പറയാനുള്ളത്? 2018 ഞാനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വർക്ക് ചെയ്യുന്ന സമയത്താണ് 2018 അന്നത്തെ LPSCയുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഒരുപാട് പേര് അന്നത്തെ ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു. അപ്പോൾ അന്ന് എനിക്കും തോന്നി ഒരു പെർമനൻ്റ് ആയിട്ടൊരു ജോലി, ഗവൺമെൻറ് ജോലി വേണമെന്ന്. അന്ന് നിർത്തിയതാണ്. താൽക്കാലികമായിട്ടുള്ള വർക്ക് ചെയ്യുന്നത് അന്ന് അവിടെ നിർത്തിയിട്ട് വേഗം എയ്സിലേക്ക് വണ്ടി കയറി. എന്തായാലും ആ വണ്ടി കയറി നിർത്തിയത് നമ്മുടെ എയ്സിലാണ്. അതെന്തായാലും റാങ്ക് ലിസ്റ്റിലും എത്തി നിൽക്കുകയാണ്. എന്താണ് എയ്സിനോട് പറയാനുള്ളത് ഈ ഒരു മൊമെന്റില്? നമ്മുടെ മനസ്സിനുള്ളിൽ നിറയെ നന്ദി ഉണ്ടാവും അല്ലേ? ഓക്കെ, എന്താണ് എയ്സിനോട് പറയാനുള്ളത്? ആദ്യമായി വളരെ നന്ദി ഞാൻ എയ്സിൻ്റെ മാനേജ്മെൻറ്റിനോട് ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ നന്ദി ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. മറ്റേത് ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽസ് ആയിരുന്നു എയ്സ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽസ്, അതേപോലെ തന്നെ ഏറ്റവും നല്ല ക്ലാസ്സുകളിൽ അതിൽ ഉപരിയായിട്ട് എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് ഇവിടെ നടത്തിയ മോക്ക് ടെസ്റ്റ് പിന്നെ എല്ലാ ആഴ്ചയിലും ഒരു എക്സാമും അതിനോടനുബന്ധിച്ച് നടത്തിയ കാര്യങ്ങളായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. എന്തായാലും എയ്സിലെ നല്ല മികച്ച ഒരു സ്റ്റുഡന്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ടോപ്പർ റാങ്ക് ലിസ്റ്റിൽ വന്ന് നിൽക്കുന്നുള്ളത്. എയ്സിന്റെ ഒരു സ്റ്റഡി ടൈം ഒക്കെ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ റെഗുലർ ബാച്ചിലായിരുന്നു ഇവിടെ ജോയിൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ രാവിലെ 10 മണി മുതൽ ക്ലാസ് തുടങ്ങി വൈകുന്നേരം 4 മണി വരെ ആയിരുന്നു ക്ലാസ്. അന്ന് ആദ്യത്തെ ഒരു 2-3 ദിവസം, ഒരാഴ്ചയോളം ഞാൻ അങ്ങനെയായിരുന്നു. 10 മണിക്ക് ഇവിടെ വരും, അതിനുശേഷം 4 മണിക്ക് വീട്ടിൽ പോകുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇവിടെ റീഡിങ്ങിനെ പിന്നെ ഇവിടെ ഇരിക്കുന്ന പഠിക്കാനുള്ള സൗകര്യം എയ്സ് പിന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇവിടെ തന്നെ ആയിരുന്നു ആ ഒരു പിന്നെ വർഷക്കാലം, ഏകദേശം ഒരു വർഷത്തിനകം അടുത്ത് ഈ എയ്സ് തന്നെയായിരുന്നു എൻ്റെ വീട്. ജീവിതം മുഴുവനായിട്ട് എയ്സിൽ തന്നെയായിരുന്നു. എന്റെ വീട് എയ്സ് ആയിരുന്നു. അതെന്തായാലും അനർത്ഥമാക്കിക്കൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം ഇനിയിപ്പോ വീട്ടിലെ ആദ്യത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും കൂടിയാണല്ലേ. ഓക്കെ, അതിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. എന്തായാലും എയ്സിന് നല്ലൊരു ചെലവൊക്കെ ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്.